ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ് കേട്ടോ. വർക്കലയിലുള്ള ഇന്ത്യ ഹോട്ടലിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 days ഇപ്പോൾ വർക്കലയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നത് ഇന്ത്യ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നു, ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവരുടെ ഒരു കഫേയാണ് വരുന്നത്. നമ്മളിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ആംബിയൻസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള വഴി കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിട്ടുണ്ട്. ഈ മരത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്കിവിടെ വന്നപ്പോൾ തോന്നിയത്, ഇവിടുത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിൽ കയറിയായിരുന്നു കേട്ടോ. ആദ്യമേ ഇങ്ങനെ ഓരോരോ ചെറിയ ഹട്ട് പോലെയാണ് കേട്ടോ ഇവിടുത്തെ അവർ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ പല സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഏരിയ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടില്ല. കുറച്ചുകൂടി ഡിഫറെൻ്റായിട്ട് നമുക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത് ഒരു റൂമാണ്, പിന്നെ ഇതൊരു റൂമാണ്. അതുപോലെ ചെറിയ ചെറിയ സ്പേസിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അതെ, ആ ഒരു വഴിയൊക്കെ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങണം. സോ ഇതാണ് നമ്മുടെ റൂം. പോയി നോക്കാം. കണ്ടില്ലേ, ഒരു എന്താ പറയുക, വേറെ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഈ നൈസായിട്ട് 2 സൈഡിലും ഇവിടെ ഒരു ചെയറുണ്ട്. നൈറ്റൊക്കെ ഇരുന്ന് ഇവിടെ നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ ലൈറ്റ് ആണെങ്കിൽ നല്ല വാം ലൈറ്റാണ്. നമുക്കൊരു നല്ലൊരു എന്താ പറയുക, കോസി ഫീലിംഗ് കിട്ടുന്ന ഒരു ഇതാണ്. നമുക്ക് റൂമിലേക്ക് കയറി നോക്കാം. സോ ഇതാണ് നമ്മുടെ റൂം. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു റൂമാണ് കേട്ടോ. നമുക്കിത് ഇവിടെയാണ് ബെഡ് വരുന്നത്. പിന്നെ നമുക്കിത് ഇവിടെ ജസ്റ്റ് ചെറിയൊരു ടേബിൾ ഇത് ശരിക്കും നമ്മുടെ എന്താ തയ്ക്കുന്ന മെഷീനില്ലേ, അതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിത് 2 ബോട്ടിൽ വാട്ടർ ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ടവൽസൊക്കെ അവർ വെച്ചേക്കുന്നത് ഭയങ്കര യുണീക്കായിട്ടുണ്ട്. ഇതുപോലെ ഒരു കൊട്ടയിലൊക്കെയാണ് വച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡെൻ്റൽ കിറ്റൊക്കെ ഉണ്ടല്ലോ, അതും ഇതുപോലത്തെ ഒരു കൊട്ട പോലത്തെ ഒരു സെറ്റപ്പിലാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ AC-യുടെ റിമോട്ടും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്താണാവോ, ഈ ഫ്ലവേഴ്സാണ് കേട്ടോ, ഡ്രൈ ഫ്ലവേഴ്സാണത്. പിന്നെ നമുക്കിത് ഇവിടെ ചെറിയൊരു ഹാങ്ങിങ് സ്പേസ് ഇതാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ പറ്റും. പിന്നെ എനിക്കൊരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ കാണുന്ന മിററാണേ. നല്ല ലെങ്ത്തുള്ള മിററായതുകൊണ്ട് നമുക്ക് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടാവും. പിന്നെ അതിനോട് ചേർന്ന് തൊട്ട് തന്നെയായിട്ടാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. അതും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഒത്തിരി വലിയ സ്പേസൊന്നുമല്ല, പക്ഷേ ഉള്ളത് ഭയങ്കര നൈസാണ്. ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ക്ലിഫിലേക്ക് പോകാൻ കേട്ടോ ചെയ്തത്. ഇന്ത്യ ഹോട്ടലിൽ നിന്ന് നമുക്ക് ശരിക്കും കുറച്ചൊരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ക്ലിഫിലേക്കുള്ളത്. ഇതുപോലത്തെ ഷോപ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം കേട്ടോ നമ്മൾ ഏകദേശം ക്ലിഫിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടെന്നുള്ളത്. നല്ല രീതിക്ക് നമ്മളിവിടെ ബാർഗെയിൻ ചെയ്ത സാധനങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കുറേ സാധനമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അയ്യോ, ഇതിങ്ങനെയല്ലേ എങ്ങനെയുണ്ട്. നമ്മളിത് ഇപ്പം ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയേക്കുമായിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നമുക്കിത് ഇവിടുന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും ബീച്ച് നമുക്ക് കാണാം കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആംബിയൻസും ബീച്ചും പിന്നെ ഇതുപോലെ നിറയെ ഷോപ്സാണ് കേട്ടോ. ഇതുപോലെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ആംബിയൻസൊക്കെ കണ്ടിങ്ങനെ നടക്കാം.
ഞങ്ങളും പിന്നെ ഇതുപോലെ ഓരോ ഷോപ്സ് എല്ലാം കണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ട് തോന്നുന്നതുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ട്. പിന്നെ നമ്മൾ ഓരോ ഷോപ്പിലും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് പലതായിരിക്കുമല്ലോ അല്ലേ. നമുക്ക് ഈ കാണുന്ന ഷോപ്പിൽ കയറിയപ്പോൾ നമ്മളുടെ അടുത്തൊരു റഫായിട്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ ഡീൽ ചെയ്തത്. മേ ബി നമ്മളെപ്പോലുള്ള ആൾക്കാർ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മേ ബി അവർക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരും അങ്ങനെ നമ്മളെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഷോപ്പിൽ മാത്രമായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ബാക്കി നമ്മൾ വേറെ കുറേ ഷോപ്സ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം നല്ല ഡീലിങ്സ് ആയിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നൈറ്റ് നമുക്ക് ഇതുപോലെ എൻ്റെ തൊട്ട് ബാക്കിലൊരു കഫേ ഉണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടം പോലത്തെ കുറേ കഫേസ് ഇവിടെ ഉണ്ട്. നല്ല മ്യൂസിക് കൺസേർട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി കഫേ, നല്ല ആംബിയൻസ് ഉള്ള കഫേസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കഫേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ആ പാട്ട് കേട്ടുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ കഫേയിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവർ പാടുന്നതൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ പാടി ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറേ അധികം സമയം തന്നെ ഓരോരുത്തരും അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ആ കാണുന്ന ചേച്ചിയൊക്കെ ഒറ്റയ്ക്ക് വന്ന് തന്നെ പാട്ടൊക്കെ കേട്ട് സ്വയം എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഫുഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. നമുക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ക്ലിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു എൻഡ് പോയിന്റിൽ നിന്നാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇത് ജസ്റ്റ് ആയിട്ട് പോലീസിൻ്റെ ജസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് അല്ല, ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്കിത് ഈ വഴി കൂടെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിത് ആ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ വഴി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ വഴിക്കിലാണ് ഇറങ്ങി വരുന്നത് ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പയ്യെ ഇറങ്ങി പോകുന്നു. പിന്നെ അതേ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ നൈറ്റ് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇറങ്ങി വരാമെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക്. അത്ര ഹൈറ്റിലാട്ടോ. നമ്മളിത് ആ കാണുന്ന ഷോപ്പിലായിരുന്നു നമ്മൾ ആദ്യം, ആ കഫേയിലായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിലേക്കുള്ള വ്യൂ നോക്കിയൊക്കെ എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. എല്ലാ ഷോപ്സിലും നല്ലോണം ലൈറ്റ്സ് അവർ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്നുള്ള നമുക്ക് ആ ഫുൾ എൻഡ് അങ്ങേറ്റം വരെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങാൻ നമുക്ക് വേറെയും വഴികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴിയിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേറെയും വഴിയുണ്ട്. അത് നമ്മൾ നമ്മുടെ അടുത്ത വ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം നടന്ന് നമ്മളൊരു ക്ലിഫിൻ്റെ മിഡിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ദൂരം നമുക്ക് നടക്കാനുണ്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുന്ന് നിങ്ങൾ ഷോപ്പിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കടയിൽ കയറി ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് മേടിക്കരുത് കേട്ടോ. കാരണം ഈ സെയിം സാധനം വേറെ ഷോപ്പിലുണ്ടാവും. അവർ ഓരോ ഷോപ്പിൽ ഈ സെയിം സാധനങ്ങൾ പല റേറ്റിലായിരിക്കും കൊടുക്കുന്നത്. നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1, 2, 3 കടയൊക്കെ നമ്മളിങ്ങനെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. ക്ലിഫിൽ വരുന്ന എല്ലാവരും തന്നെ നോട്ട് ചെയ്യുന്ന ഒരു കഫേ ആയിരിക്കും അല്ലേ, കഫേ ഇറ്റാലിയാനോ. നമ്മളും അത് തന്നെ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ എവിടെയാണെന്നുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട കഫേ ഇറ്റാലിയാനോ ഇല്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു കഫേ ആണ് ഈ കഫേ ഡാർജിലിംഗ്. അപ്പോൾ നാളെ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം.
കഫേയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ക്ലിഫിലെ ഒരു ഈവനിങ് സൺസെറ്റ് ടൈമിലെ ആംബിയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്